ലോകശക്തികൾ തങ്ങളുടെ വാക്കുകളിലൂടെ തന്നെ ശക്തി തെളിയിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ആ ശക്തികളുടെ ഇടയിൽ തലകുനിയാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇറാനാണ്. സമ്മർദ്ദങ്ങളും ഉപരോധങ്ങളും ഭീഷണികളും പതിറ്റാണ്ടുകളായി നേരിട്ടിട്ടും തന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും വിട്ടുകൊടുക്കാതെ നിലകൊണ്ട ഒരു രാഷ്ട്രം. ലോക രാഷ്ട്രീയത്തിൽ പലരും വാക്കുകൾ കൊണ്ട് അധികാരം നേടാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ പ്രവർത്തനത്തിലൂടെയും ധൈര്യത്തിലൂടെയും സ്വന്തം സ്ഥാനം ഉറപ്പിച്ച രാജ്യമെന്ന നിലയിൽ മാറിയിരിക്കുന്നു. ചരിത്രത്തിന്റെ ആഴങ്ങളിൽ നിന്നുയർന്ന ഒരു സംസ്കാരം, ശക്തമായ ദേശീയ തിരിച്ചറിവ്, പുറത്തുനിന്നുള്ള ഇടപെടലുകൾക്കെതിരെ ഒരിക്കലും വഴങ്ങാത്ത മനോഭാവം, ഇതെല്ലാം ചേർന്നതാണ് ഇന്നത്തെ ഇറാൻ. അവർക്ക് അധികാരം ഒരു പദവിയല്ല, അതൊരു ഉത്തരവാദിത്വമാണ്. സ്വാതന്ത്ര്യം ഒരു ആശയം മാത്രമല്ല, അതവരുടെ ജീവനും ആത്മാവും തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ വലിയ ശക്തികൾ പോലും സമ്മർദ്ദം ചെലുത്തുമ്പോൾ ഇറാൻ മറുപടി നൽകുന്നത് തലകുനിയാതെ മറിച്ച് നേർക്കുനേർ നിന്നാണ്. ഇത് ഇറാനെ വേറിട്ട് നിർത്തുന്നു. അവർക്ക് വേണ്ടത് അംഗീകാരമല്ല, സ്വാഭിമാനമാണ്. അവർക്ക് വേണ്ടത് അനുകൂലതയല്ല, സ്വയം തീരുമാനിക്കാനുള്ള അവകാശമാണ്. ഈ ഉറച്ച ആത്മവിശ്വാസവും ഉറച്ച നിലപാടും കൊണ്ടാണ് ഇറാൻ ഇന്ന് ലോക രാഷ്ട്രീയത്തിൽ ഒരു ശക്തമായ ശബ്ദമായി നിലകൊള്ളുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ പരാമർശവും അതിന് ഇറാൻ നൽകിയ പരിഹാസപൂർണ്ണ മറുപടിയും കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ഇറാൻ ട്രംപിനെ അവരുടെ സുപ്രീം ലീഡറാകാൻ ക്ഷണിച്ചുവെന്നും എന്നാൽ താനത് നിരസിച്ചുവെന്നും അദ്ദേഹം തുറന്നു പറയുന്നു. ഈ വാദം വെറും രാഷ്ട്രീയ തമാശയല്ല, മറിച്ചൊരു വലിയ ജിയോ പൊളിറ്റിക്കൽ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മാർച്ച് 25-ന് നടന്ന നാഷണൽ റിപ്പബ്ലിക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വാർഷിക ഫണ്ട് റൈസിംഗ് ഡിന്നറിനാണ് ട്രംപ് ഈ വിവാദ പരാമർശം നടത്തിയത്. വേദിയിൽ ആത്മവിശ്വാസത്തോടെ സംസാരിച്ച അദ്ദേഹം, ഇറാൻ എന്നോട് പറഞ്ഞു നിങ്ങളെ അടുത്ത സുപ്രീം ലീഡറാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, എന്നാൽ ഞാൻ അവരോട് പറഞ്ഞു ഇല്ല നന്ദി, എനിക്കത് വേണ്ട എന്ന്. ഈ വാക്കുകൾ കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്കിടയിലും ചിരിയും ആശ്ചര്യവും ഒരുമിച്ചുയർന്നു. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി അറിയാവുന്നവർക്ക് ഇത് അത്ര അതിശയകരമല്ല. പലപ്പോഴും വിവാദങ്ങളും അതിരുകടന്ന അവകാശവാദങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൂടെ ഭാഗമായിട്ടുണ്ട്. എന്നാൽ ഈ പ്രസ്താവനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം ഇതൊരു വ്യക്തിപരമായ രാഷ്ട്രീയ പ്രസംഗം മാത്രമായിരുന്നില്ല, മറിച്ചൊരു വിദേശ രാജ്യത്തിന്റെ ആഭ്യന്തര നേതൃത്വത്തെക്കുറിച്ചുള്ള പരാമർശമായിരുന്നു. ഇതിനു പിന്നാലെ ട്രംപ് വീണ്ടും ആവർത്തിച്ച മറ്റൊരു വാദവും ശ്രദ്ധേയമാണ്. ഇറാൻ അമേരിക്കയുമായി പിന്നോക്ക ചർച്ചകൾ നടത്താൻ ശ്രമിക്കുന്നുവെന്നും അവർ ഒരു കരാറുണ്ടാക്കാൻ ആഗ്രഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ അദ്ദേഹം ഒരു സന്ദേശം നൽകാൻ ശ്രമിച്ചു. ഇറാൻ സമ്മർദ്ദത്തിലാണെന്നും അമേരിക്കയുടെ മുന്നിൽ വഴങ്ങാൻ തയ്യാറാണെന്നും. എന്നാൽ ഈ വാദങ്ങൾ ഇറാൻ ശക്തമായി തള്ളിക്കളഞ്ഞു. ഇറാനിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണം വളരെ വ്യക്തവും കർശനവുമായിരുന്നു. ഇത് യുക്തിരഹിതവും അടിസ്ഥാനരഹിതവുമായ ഒരു അവകാശവാദമാണ് എന്ന് ഇറാൻ വ്യക്തമാക്കി. അവർ അമേരിക്കയുമായി യാതൊരു തരത്തിലുള്ള ചർച്ചകളിലും ഏർപ്പെട്ടിട്ടില്ല എന്നും വ്യക്തമാക്കി. ഇവിടെ ശ്രദ്ധേയമായത് ഇറാന്റെ മറുപടി വെറും നിഷേധത്തിൽ ഒതുങ്ങിയില്ല എന്നതാണ്. അവർ പരിഹാസം ഉപയോഗിച്ചാണ് പ്രതികരിച്ചത്. ഇറാന്റെ സായുധ സേനയുടെ വക്താവ് പറഞ്ഞത്, നിങ്ങളുടെ ആന്തരിക രാഷ്ട്രീയ പോരാട്ടം നിങ്ങൾ സ്വയം സംസാരിക്കുന്ന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടോ എന്നായിരുന്നു. ഈ വാക്കുകൾ ഒരു സാധാരണ പ്രതികരണം മാത്രമല്ല, മറിച്ച് ട്രംപിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു ശക്തമായ രാഷ്ട്രീയ സന്ദേശമായിരുന്നു. ഇറാന്റെ ഈ സമീപനം അവരുടെ രാഷ്ട്രീയ സംസ്കാരത്തെ വ്യക്തമാക്കുന്നു. അവർ പലപ്പോഴും നേരിട്ടുള്ള മറുപടികൾക്കൊപ്പം പരിഹാസവും ഉപയോഗിക്കുന്നു. ഇതൊരു തന്ത്രമാണ്. എതിരാളിയെ വെറും നിഷേധിക്കുന്നതല്ല, മറിച്ച് അവനെ പൊതുവേദിയിൽ അപമാനിക്കുന്ന രീതിയിൽ മറുപടി നൽകുക. ഇതിന്റെ പിന്നിൽ ഇറാന്റെ ഒരു വലിയ ദേശീയ സ്വഭാവം കാണാം. വർഷങ്ങളായി അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും നേരിട്ടിട്ടും അവർ അവരുടെ സ്വാതന്ത്ര്യവും അഭിമാനവും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ നിലപാട് വ്യക്തമാണ്. അവർക്ക് സ്വന്തം വഴിയുണ്ടെന്നും മറ്റാരുടെ നിയന്ത്രണത്തിൽ അവർ വരില്ല എന്നും. ഇറാൻ ഒരു സാധാരണ രാജ്യമല്ല, പുരാതന സംസ്കാരവും ശക്തമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രം തന്നെയാണ്. അവരുടെ ചരിത്രം തന്നെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടങ്ങളിൽ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവർ പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളെ എളുപ്പത്തിൽ അംഗീകരിക്കുന്നില്ല. ഇത് അവരുടെ സൈനിക നയങ്ങളിലും കാണാം. ഇറാൻ തന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പ്രാധാന്യം നൽകുന്നു. ലോകത്തിലെ ശക്തരായ രാജ്യങ്ങൾക്കെതിരെ പോലും അവർ തുറന്നു പറയാൻ തയ്യാറാണ്. ഇത് അവരുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. ഇതിനിടെ ഇറാനിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റവും സംഭവിച്ചു. ഫെബ്രുവരി 28-ന് നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ മുൻ സുപ്രീം ലീഡർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മുജ്തബ ഖമേനി പുതിയ പരമോന്നത നേതാവായി ഉയർന്നു. ഈ മാറ്റം രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശയെ സ്വാധീനിക്കാനിടയുണ്ട്. പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ ഇറാൻ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് പലരും കരുതുന്നു. പ്രത്യേകിച്ച് അമേരിക്കയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ കടുത്ത സമീപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതും ട്രംപിന്റെ പ്രസ്താവനകളെ കൂടുതൽ വിവാദപരമാക്കുന്നു. അമേരിക്കയുടെ ഭാഗത്തു നിന്നും വന്ന പ്രതികരണവും അത്രയേറെ ശക്തമായിരുന്നു. അമേരിക്ക ഇറാനെതിരെ കർശനമായ മുന്നറിയിപ്പ് നൽകി. ഇറാൻ യാഥാർത്ഥ്യം അംഗീകരിക്കാത്ത പക്ഷം അവർക്ക് മുമ്പൊരിക്കലും നേരിടാത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു ആ പ്രസ്താവന. ഇത് വെറും രാഷ്ട്രീയ വാക്കുകളല്ല, മറിച്ചൊരു ശക്തി പ്രകടനമാണ്. അമേരിക്ക തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. അവർ പിന്നോട്ടില്ല. അതേസമയം തന്നെ ഇറാനും അതേ നിലപാടിൽ തന്നെയാണ്. ഇതൊരു വലിയ പ്രശ്നത്തിന്റെ സൂചനയാണ്. രണ്ട് ശക്തരായ പക്ഷങ്ങൾ തമ്മിലുള്ള ഈ വാക്കുകളുടെ പോരാട്ടം ഭാവിയിൽ വലിയ സംഘർഷങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്.
പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ഇത് കൂടുതൽ ആശങ്കാജനകമാണ്. ട്രംപിന്റെ പ്രസ്താവനകൾ സത്യമായിരിക്കണമെന്നില്ല, എന്നാൽ അവയുടെ പ്രഭാവം യാഥാർത്ഥ്യമാണ്. അവ ലോകരാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇറാന്റെ മറുപടിയും അതേപോലെ തന്നെ ശക്തമായ ഒരു സന്ദേശമാണ്. ഇത് വെറും ഒരു രാഷ്ട്രീയ തമാശയോ അല്ലെങ്കിൽ ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗമാണോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ സംഭവം ലോകരാഷ്ട്രീയത്തിലെ അഹങ്കാരവും സ്വാഭിമാനവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഒരു ഉദാഹരണമാണ്. ഒരു വശത്ത് ട്രംപ് ആത്മവിശ്വാസങ്ങളും വിവാദങ്ങളും ചേർന്ന ഒരു നേതാവ്, മറുവശത്ത് ഇറാൻ അഭിമാനവും സ്വാതന്ത്ര്യവും മുൻനിർത്തുന്ന ഒരു രാഷ്ട്രം. ഇവരുടെ തമ്മിലുള്ള ഈ വാക്കുകളുടെ പോരാട്ടം ഭാവിയിൽ എന്തിലേക്ക് നയിക്കുമെന്ന് ലോകം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെറും വാക്കുകളുടെ യുദ്ധമാണോ, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ കൂടുതൽ വലിയൊരു സംഘർഷത്തിന്റെ സൂചനകളുണ്ടോ? ലോകം അതിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ്.